ചേട്ടത്തി മോശമായി പോയിട്ടോ. എന്താടാ ചേട്ടന്റെ 4000 രൂപ അടിച്ചത് അച്ഛന് കൊടുത്തിട്ട് അത് എന്നെ തലയെ കെട്ടിവെക്കാൻ നോക്കിയത് മോശമായി പോയെന്ന്. ഞാനാർക്കും പൈസ ഒന്നും എടുത്ത് കൊടുത്തിട്ടില്ല. ഒന്ന് ചുമ്മാ ഒരു ചേട്ടത്തിൽ അച്ഛന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അല്ലെ പിന്നെ ചേട്ടത്തി എന്തിനാ എന്റെ തലയെ കെട്ടിക്കാൻ നോക്കിയത്? എടാ ഞാൻ നിന്റെ തല കെട്ടിവെക്കാൻ നോക്കിയില്ലടാ. പിന്നെ 60 പ്രാവശ്യം 100 വെച്ച് എടുത്തെന്ന് ചേട്ടത്തി പറഞ്ഞില്ലേ? അതോ എടാ, അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. നീ ഇടയ്ക്ക് ഈ 50ഉം 100 ഒക്കെ ആയിട്ട് പോക്കറ്റിൽ നിന്ന് എടുക്കാറുണ്ടല്ലോ. അപ്പം ഈ 60 പ്രാവശ്യം നമ്മൾ 100 രൂപ വെച്ചെടുത്ത് കഴിഞ്ഞാൽ 6000 രൂപ ആവൂലെന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു. മതി മതി മതി, എനിക്ക് അത്രയും കേട്ടാ മതി. എടാ നീ കൂടുതൽ മാന്യനാവൊന്നും വേണ്ട കേട്ടോ. ആവും, ഞാൻ മാന്യനാവും. ഞാൻ കഴിഞ്ഞ മാസം എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ 700 രൂപ എവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. എന്റെ അച്ഛനാണ് സത്യം. അത് ഈ കൂടുതൽ എടുക്കേണ്ട യാതൊരു ആവശ്യം ഈ സുമേഷിന് വന്നിട്ടില്ല. ഇവൻ 60 പ്രാവശ്യമായിട്ട് ആ 100 രൂപ എടുത്തെന്ന് ഞാൻ തീർത്ത് പറഞ്ഞോ? അങ്ങനെ തീർത്ത് പറഞ്ഞില്ലടാ, ഡൗട്ട് പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ ഇവൻ പറയുന്നതറിയോ? ഞാൻ എടുത്ത എന്റെ അച്ഛന് കൊടുത്തിട്ട് അവന്റെ തലയിൽ കെട്ടിവെക്കുവന്ന്. എന്തോടാ ഇറക്കാ വെറുതെ ആരോപണങ്ങളുമായിട്ട് പറഞ്ഞേ? ആരോപണങ്ങളൊന്നും അല്ല പറഞ്ഞത്. ചേട്ടനല്ലേ പറഞ്ഞു ചേട്ടത്തി 6000 രൂപ എടുത്ത് അച്ഛന് കൊടുത്തു. എടാ, ആരോപണത്തിന്റെ ഓപ്പോസിറ്റ് അല്ല അവരോഹണം. ആരോഹണത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അവരോഹണം. ആരോഹണം അവരോഹണം. ഹലോ, ഇവൻ പറഞ്ഞുള്ളതാണോ? അല്ല, ഞാൻ ഇപ്പൊ തിരുത്തി പറഞ്ഞു കൊടുത്തേ. അതല്ല, എന്റെ അച്ഛന്റെ പൈസ ഞാൻ എടുത്ത് കൊടുത്താ നിങ്ങൾ പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അത് നീ പറഞ്ഞ ചിലപ്പോ ശിവനായിരിക്കും. എടാ, നീ അല്ലേടാ പറഞ്ഞത് അന്ന് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോഴത്തേക്ക് ശിവന് മോഷണ സ്വഭാവം ഉണ്ടെന്നല്ലേ? തന്നെ നീ നമ്മളന്ന് ഹിപ്നോട്ടൈസ് ചെയ്തില്ലാടാ. നിനക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ കൂടുതൽ കിടന്ന് ഉരുളൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവസാനം അത് എന്റെ അച്ഛന്റെ മണ്ടയ്ക്ക് തന്നെ ആവും. നീ എടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ല. ഈ ആരോപണോ നേരത്തെ പറഞ്ഞു? ആരോഹണം അവരോഹണം. ആരോഹണം അവരോഹണം തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഒരെണ്ണം കയറിപ്പോവും, ഒരെണ്ണം ഇറങ്ങി വരും. കയറിപ്പോയി നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റുമോ? കയറിപ്പോയി തിരിച്ചറിയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ. ആണോ? അങ്ങോട്ട് പോയി അല്ലേ? അല്ല മുത്തശ്ശി, ഞാനിങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്തില്ലേ മുത്തശ്ശിയൊക്കെ എങ്ങനെയാ ജീവിച്ചിരിക്കുന്നത്? എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും ജീവിച്ചു. ഇപ്പോഴല്ലേ ഈ ഫോണൊക്കെ കുത്തി ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടായത്. അതല്ല മുത്തശ്ശി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗൂഗിളിൽ കയറി ക്വസ്റ്റ്യൻ അടിക്കും, അപ്പൊ ആൻസർ കിട്ടും. മുത്തശ്ശിയുടെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയുടെയും ചോദിക്കും. അച്ഛനും അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല മൂലയിലും പോയി ഇരിക്കും. ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ട് എന്താ ചെയ്യാൻ? അതും ശരിയാണ്. വളരെ വളരെ ശരിയാണ്. അച്ഛമ്മ, ഈ ഉത്തോണ്ണ സംശയിക്കും അച്ഛമ്മ. എന്തിന്? ഈ മാസത്തെ വരവും ചെലവ് കണക്കൊക്കെ എഴുതി കൂട്ടിയപ്പോഴേ ഒരു 6000 രൂപയുടെ കുറവുണ്ടെന്ന്. അത് ഞാൻ എടുത്ത് എന്റെ അച്ഛന് കൊടുത്താന്ന് പറയുവാ. അത് നീ ദൂർത്തടിച്ചതാ എന്ന് പറയാം. അച്ഛന് കൊടുത്തില്ലെന്ന് പറ. അത് നല്ല ബുദ്ധി. അവിടെ തീർന്നില്ലേ കാര്യങ്ങള്? അത് നല്ല ബുദ്ധിയൊക്കെയാ. പക്ഷെ എപ്പോഴും ഇങ്ങനെ സംശയിച്ചാൽ കൊള്ളാവോ? ഇത്തവണ സുമേഷും കൂടെ എന്നെ സംശയിച്ചു. അതാ എനിക്ക് ഏറ്റവും വിഷമായത്. അതിനിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റുന്നില്ലല്ലോ. അതിന്റെ അച്ഛന്റെ സ്വഭാവം അതല്ലേ. അച്ഛമ്മ വന്ന് ഈ വീട്ടിലുണ്ടല്ലോ ഒരു സങ്കടം പറയാൻ പോലും ഒരു മനുഷ്യരില്ല. പോവാണോ? അയ്യോ അയ്യോ, എന്താ 6000 രൂപ കേസ്? ഇല്ലടേ, ഒന്നും ആയില്ല. ആകെ കുളമായി. പുതിയ ഷർട്ടാടേ? കൊള്ളാല്ലേ? പുതിയല്ല, പഴയത് 2 ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പോയപ്പോ കിട്ടിയിട്ടുണ്ടല്ലോ. ഏത്? ഇത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇത് പഴയ ഷർട്ട് കളിയാ? എടാ, ഇത് പുതിയതല്ലടാ. ഇത് ഇല്ല, 2 ഇട്ടിട്ടുണ്ട് ഷർട്ട്. പുതിയല്ല, പാന്റ് പഴയത്. അളിയാ, ചേട്ടന് സകല മനുഷ്യന്മാരെ സംശയം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യേ, നിന്നെ ഞാൻ സംശയിക്കൂടാ. ചുമ്മാ അല്ല അളിയ എന്റെ ഷർട്ടിന്റെ കാര്യം ചോദിച്ചല്ലേ? അയ്യേ, ഉള്ളതുപോലെ പറ അളിയാ. ഉള്ളതുപോലെ ഞാൻ പറയാം. കണ്ണി കാണുന്നവരെല്ലാം കണ്ണിന്റെ സംശയത്തിന്റെ കണ്ണി കാണുന്ന ആളാ ചേട്ടൻ. എടാ, നിന്നെ സംശയത്തിന്റെ കണ്ണി കണ്ട ഞാനാണ്, അവളല്ലേ? അപ്പൊ എന്നെ സംശയത്തിന്റെ കണ്ണി കണ്ട ആളിയൻ തന്നെ അല്ലേ? അതും അവള് തന്നെടാ. കൊള്ളാം. ഈ ചേച്ചി എല്ലാവരും സംശയത്തിന്റെ കണ്ണുകൊണ്ടേ കാണുള്ളൂ, അല്ല മര്യാദക്കുള്ള കണ്ണിൽ കാണാൻ നോക്കൂലേ? അത് സംഭവം എന്തെന്നറിയോ? എന്റെ ഈ പഴയ ക്ലെപ്റ്റോമാനിയെ. അളി എന്തോന്ന് അളിയ ക്ലെപ്റ്റോമാനിയ പോയി? ഞാൻ ആഹാരം എന്തോ ഗുളി കഴിച്ച് പോയെന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ അളി അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണത്. അപ്പൊ ഇത് എടുത്തത് നീ അല്ലേ? ഞാൻ തന്നെ എടുത്തത്. എടാ കള്ള, എടാ എന്തോന്നല്ലേ ഇത്? ഞാനൊരു സർക്കാസം പറഞ്ഞത്.
ഈ മനുഷ്യൻ ഇത്ര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴേ അളി എന്തിനാ സർക്കസ് കാണിക്കാൻ ആ നീ അതിലും കൊള്ളാടാ എന്നാലും അളിയാ അളിയനും കൊള്ളാം ചേച്ചിയും കൊള്ളാം എടാ നീ അത് വിടടാ, അത് ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ. ആ ഇങ്ങനെ തെറ്റിദ്ധരിച്ചോണ്ടല്ലോ എന്റെ പോയ ക്ലബ് ജോമാനെ തിരിച്ചു വരുമെന്നാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്, അറിയാം. അയ്യോ അപ്പൊ പിന്നെ നീ വീണ്ടും മോടിച്ചു തുടങ്ങും. ആ ഒന്നും പറയാൻ പറ്റില്ല, ഇനി കണ്ടറിയണം. ചേട്ടൻ ഈ 6000 രൂപ കണക്കോക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എടാ പോടാ നീ അവിടുന്ന്. എനിക്ക് എന്റെ 6000 രൂപ വലുത് തന്നെ. ഈ 6000 രൂപകൾ വലിയ സംഭവങ്ങളുണ്ട്, അറിയാം മോളി. 7000 രൂപ. 7000 രൂപ അല്ല, ബന്ധങ്ങൾ. അതാണ് അളിയെ മനസ്സിലാക്കേണ്ടത്. കുറച്ചൊന്നും ചേച്ചിയും കൂടെ പറഞ്ഞു കൊടുത്താൽ കൊള്ളായിരിക്കും. ഞാൻ പോണം. ഒരു ഭാഗത്തിന്റെ മനസ്സോട് വിഷമിച്ച് വിട്ടപ്പോ സമാധാനമല്ലേ? എടാ പോടാ നീ എല്ലായിടത്തും നിങ്ങൾ കയറി വന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരാൻ വേണ്ടിട്ട്. ഞാനില്ല നമ്മളില്ലേ, ഞാനങ്ങ് പോയേക്കാം. എന്നാലും എന്റെ 6000 രൂപ ആവിയായി പോയാ. പോക്കറ്റ്